ധന്യ നമസ്കാരം. നമസ്കാരം. ഈ മലയാള സിനിമയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ചർച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു അലോസരമായി നമുക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം. പക്ഷേ നമുക്കിത് പറയാതിരിക്കാൻ പറ്റത്തുമില്ല. മലയാള സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ് പറഞ്ഞത്, അത്രമാത്രം ഭീകരമാണ് കാര്യങ്ങൾ. പക്ഷേ ഇത്രയധികം ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലും എന്താണ് മോഹൻലാൽ പ്രതികരിച്ചോ, മമ്മൂട്ടി പ്രതികരിച്ചോ, സുരേഷ് ഗോപി പ്രതികരിച്ചോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് വന്ന് നിലപാട് വ്യക്തമാക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഒരാൾ തന്ത്രപരമായി ഇങ്ങനെ മുങ്ങി നടക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അയാളെ പറ്റി ആർക്കും ഒരു ചർച്ചയുമില്ല, അയാൾ എവിടെ എന്നുള്ള ചോദ്യമില്ല. നമ്മളടക്കമുള്ള ചില മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇയാൾ എവിടെ, ആരാണ് ആ വ്യക്തി? ഈ മലയാള സിനിമയ്ക്കകത്ത് അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന എന്താണ് വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹത്തെ പിന്നെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, അദ്ദേഹം ആരെയും അങ്ങനെ കുറ്റം പറയുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഈ ആ പുള്ളി ഫഹദ് ഫാസിലാണ്. ഈ ഫഹദ് ഫാസിൽ എവിടെ? ഫഹദ് ഫാസിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിലാണ് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചകൾ ഒരു അവിയൽ പരിമമായി കിടക്കുകയാണ്. നമുക്ക് തന്നെ ഓരോ ദിവസം ഇനി ആർക്കെതിരെയാണ്, ആരാണ് പീഡന പരാതിയുമായി വരുന്നത് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കഞ്ചാവുമായി അല്ലെങ്കിൽ മയക്കുമരുന്നുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ റിമ കല്ലിങ്കലിനെതിരെയും ആഷിക പൂരിനെതിരെയൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിമ കല്ലിങ്കൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സുചിത്രയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സത്യത്തിൽ ഫഹദ് ഫാസിൽ ജോണി ലൂക്കോസുമായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്താറില്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്താൻ വരരുത്. അതൊരു എല്ലാവരും സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കി ഇവർ ഭയങ്കര മാസ ഡയലോഗൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും യുവ താരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ തുടക്കത്തിൽ ഒരു സിനിമ ഒരു പരാജയമായിരുന്നെങ്കിലും പിന്നീട് ഫഹദ് ഫാസിലിൻ്റെ സിനിമ അഭിനയ രീതിയൊക്കെ വല്ലാത്ത മാറി എന്ന് നമുക്ക് തന്നെ അതിശയപ്പെട്ട് നമ്മൾ നോക്കുന്ന ഒരു രീതിയിലേക്ക് ഫഹദ് ഫാസിൽ മാറി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് നിവിൻ പോളി പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഫാസിലിന്റെ മകൻ എന്നതിനുപരി താൻ പരാജയപ്പെട്ടിടത്ത് ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു ചങ്കുറപ്പ് കൂടി ഫഹദിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെക്കുറിച്ചും വലിയ കുറ്റങ്ങളൊന്നും പറയാതെ, സിനിമാ മേഖലയിൽ നിന്നുകൊണ്ടാണെങ്കിലും ആർക്കെതിരെയും ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ ഒരു വഴിയിലൂടെ താൻ ഇവിടെ ഉണ്ട് എന്ന് സിനിമയിലൂടെ ആളുകളെ അറിയിച്ച് എൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് തൽക്കാലം നിങ്ങൾ അറിയണ്ട, സിനിമയിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. പക്ഷെ ഇപ്പോൾ കുറെ കമന്റുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഗഞ്ച റിമയെ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയൊക്കെ ഒറ്റുമെന്ന് ഭയന്ന് ഫഹദ് ഫാസിൽ ഒളിവിലാണോ, ഫഹദ് ഫാസിലിനെ കാണാനില്ല എന്നൊക്കെയാണ്. സത്യത്തിൽ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് ഒരു വലിയ സംവിധായകന്റെ മകൻ കൂടിയാണ് ഫഹദ് ഫാസിൽ. അതുകൊണ്ട് അയാൾ നിലപാട് വ്യക്തമാക്കണോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതല്ല അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ആസിഫ് അലി പ്രതികരിച്ചു, പിന്നെ പൃഥ്വിരാജ് പ്രതികരിച്ചു. പൃഥ്വിരാജിനെതിരെ വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നു എങ്കിൽ പോലും പൃഥ്വിരാജും പ്രതികരിച്ചു. മോഹൻലാൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് മോഹൻലാൽ അവസാനം വന്ന് പറയാനുള്ളത് പറഞ്ഞിട്ട് മമ്മൂട്ടി ഫേസ്ബുക്കിലൂടെ അടിച്ച് എന്തിനേറെ പറയുന്നു, പീഡന പരാതി ഉള്ള അല്ലെങ്കിൽ പീഡന കേസിൽ പ്രതി എന്ന് പറയുന്ന ജയസൂര്യ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിവിൻ പോളി പീഡന കേസ് വന്ന മണിക്കൂറുകൾക്കകം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചങ്കുറപ്പോടെ നിലപാട് വ്യക്തമാക്കി. അപ്പൊ ഇവരൊക്കെ പറയുമ്പോഴും ഈ കുഞ്ചാക്കോ ബോബൻ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ ഒരു പ്രശ്നത്തിന് വർഷങ്ങളായി മലയാള സിനിമയിലുള്ള ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, ഫഹദ് ഫാസിലിനെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരം നടന്മാർ, യുവ നടന്മാർ, ഇവർക്ക് നേരെ എന്തുകൊണ്ട് ഈ ആരും, കാരണം പ്രതികരിക്കേണ്ടത് യുവതലമുറയാണ്. ഈ പീഡന പരാതികളൊക്കെ 15 വർഷം മുമ്പോ 5 വർഷം മുമ്പോ ഒക്കെ ഷെയ്ൻ നിഗം ഇതൊക്കെ നടന്നതാണ് എങ്കിൽ പോലും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ സിനിമയ്ക്കകത്തെ മയക്കുമരുന്ന് ലോബികളെ കുറിച്ചും മയക്കുമരുന്ന് ഈ ഇത്തരം ദുരുപയോഗങ്ങളെക്കുറിച്ച്, സിനിമയ്ക്കകത്തുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായ സമയമാണ് ആ സമയം മുതൽ. അപ്പോൾ ഈ യുവതാരങ്ങളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ പറയുന്നത് കേൾക്കാനായി ഒരു കൂട്ടം ആളുകൾ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് മോഹൻലാലിന് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ പ്രതികരിക്കണം. അതിപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ
ചാനലിലൂടെ അദ്ദേഹത്തിന് പ്രതികരിക്കാം. അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അദ്ദേഹം വന്ന് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പ്രതികരിച്ചത്, അല്ലാതെ ഓരോരോ എഴുതി വെച്ചിട്ടില്ല. മോഹൻലാൽ 47 വർഷം കൊണ്ട് സിനിമയിലുള്ള മനുഷ്യനാണ്, മോഹൻലാൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പ്രതികരിക്കണം, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കാനേ പറ്റും. എനിക്ക് സമയമില്ലടാ ഉവേ, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലടാ ഉവേ എന്ന് മോഹൻലാൽ പറഞ്ഞാൽ അവിടെ തീർന്നു. മോഹൻലാലിന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് വഴി ലൈവ് ഇട്ടാലും മോഹൻലാലിന് പറയാനുള്ള, പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കാരം അത് അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഏറ്റവും ബഹുമാനപൂർവ്വം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച് മടങ്ങിയത്. പക്ഷേ ഇവരാരെ എനിക്കൊന്ന് തുടക്കത്തിൽ ആസിഫ് അലിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആസിഫ് അലിയും തന്റെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനെ കുറിച്ചൊന്നും നമുക്കൊരു അറിവുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രശ്നം എന്നതിന് ശേഷം എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരെങ്കിലും പ്രതികരിച്ചാൽ പിറ്റേ ദിവസം മുതൽ ഇവർക്കെതിരെയുള്ള പീഡന പരാതികൾ വരുമോ എന്നുള്ള ഭയമാണോ ഇവരെയൊക്കെ മാറ്റി നിർത്തുന്നത്. അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഇവരും ഇത് ഉപയോഗിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ ഇവരും അത്തരക്കാരല്ലേ എന്നുള്ള ഒരു രീതി ഇനി ആരെങ്കിലും ഒക്കെ ഒറ്റുമോ? ഇപ്പോൾ നിരവധി പേരാണ് സംഗീത സംവിധായകർ, സിനിമാ നടന്മാർ ഒക്കെ ഉൾപ്പെടെ നിരവധി പേരാണ് റിമാ കല്ലിങ്കലിന്റെ ഇത്തരം മയക്കുമരുന്ന് പാർട്ടികളിൽ വരുന്നത് എന്ന് പറയുന്നത്. ഇവരാരൊക്കെയാണ് എന്നുള്ളത് ഇനി പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല അത്. പക്ഷെ എങ്കിൽ പോലും ഇത്തരം പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ഭയമുണ്ടാകും. ഇപ്പോൾ ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് പാർത്ഥനെങ്കിൽ പ്രാർത്ഥന ആ ഏരിയയിൽ പോലും ചിലപ്പോൾ ആ പേര് പോലും വരുന്നില്ല. പക്ഷെ ഞാൻ പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഞാൻ പാർത്ഥന്റെ പേരും പറയും. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് പാർത്ഥന അല്ലേ, ഞാൻ മാത്രം ഒറ്റയ്ക്ക് പെടേണ്ട, അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം പെട്ടിരിക്കേണ്ട എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു ഭയം ചിലർക്കൊക്കെ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു കാര്യം പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വളരെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചൊരു വ്യക്തിയാണ് സിദ്ദിഖ്. വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ആ വിശദീകരിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ ഈ പീഡന കേസ് വരുന്നു. അതിനുശേഷം ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ബാബുരാജ് ഞങ്ങളിത് വളരെ കൃത്യമായി കൊണ്ടുപോകും, സിദ്ദിഖ് തൽക്കാലം മാറി നിൽക്കട്ടെ, ഞങ്ങളിത് കൊണ്ടുപോകും എന്ന് പറയുന്നു. അതിനുശേഷം ബാബുരാജിനെതിരെ പീഡന കേസ് വരുന്നു. അങ്ങനെ ഓരോ ആൾക്കെതിരെയും പ്രതികരിക്കുന്ന ഓരോ ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹം ഇറങ്ങി പോയപ്പോ പരാതിക്കാരി പറയുന്നു ജയൻ ചേർത്തല നിന്നെ കണ്ടാൽ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. അതൊരു തമാശ, ചിലപ്പോ നമുക്കതൊരു തമാശയായിരിക്കാം, കേട്ട അവര് ചിലപ്പോൾ മാനസികമായ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ സിനിമയിൽ തുറന്നു പറച്ചിൽ നടത്തിയാൽ അവരുടെ വേഷം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം തുറന്നു പറയാത്തത്. മണിയമ്പിള്ള രാജുവിനെതിരെ വന്നു. എനിക്ക് തോന്നുന്നു ഒന്നിലും പ്രതികരിക്കാതിരുന്ന സുധീഷ് മാത്രമാണ്. പക്ഷെ സുധീഷിനെതിരെ സുധീഷ് പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ തെറ്റാണ്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, പക്ഷെ സമയമായിട്ടില്ല എന്നാണ് സുധീഷ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇടവേള ബാബു, ഈ പറയുന്നവർക്കെതിരെ എല്ലാം ഒരു പീഡന പരാതി, ഇങ്ങനെ ആരാണോ അടുത്ത് വരുന്നത് അവർക്കെതിരെ ഒരു പീഡന പരാതി മോഹൻലാലിന് എതിരെ മാത്രമാണ് പ്രതികരിച്ചതിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനെതിരെ മാത്രമാണ് വരാത്തത്. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ എല്ലാം ഇത്തരം പീഡന പരാതികൾ വരുന്നുണ്ട്. തീർച്ചയായും അതും അവിടെ മാറ്റി നിർത്തിയാൽ ഈ ഇവിടെയുള്ള കുറെ പുരോഗമന സിംഗങ്ങളുണ്ട്. ഈ പുരോഗമന സിംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മോഹൻലാൽ പ്രതികരിച്ചില്ല, മമ്മൂട്ടി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ആളുകൾ, മറുവശത്ത് മാധ്യമ പ്രവർത്തകർ, മാധ്യമ സിംഗങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു വിഭാഗം, ഇവർ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോഴും യൂത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്തേക്ക് വരണമെന്നപ്പോൾ അത് ഠമാർ പഠാറായി. ഇനിയിപ്പോ പൃഥ്വിരാജിന്റെ പേരേ പറയുന്നില്ല, നിർത്തി അവിടെ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഈ യുവതാരങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് യുവതാരങ്ങൾ പ്രതികരിക്കണമെന്ന്, അതായത് ഫഹദ് ഫാസിൽ പ്രതികരിക്കണമെന്ന്, കുഞ്ചാക്കോ ബോബൻ പ്രതികരിക്കണമെന്ന്, രമേശ് പിഷാരടി, അതുപോലെ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ യുവതാരങ്ങൾ, ഷൈനികം എല്ലാ കാര്യങ്ങളിലും ചില അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണ് ഷൈനികം. ചില പൊളിറ്റിക്കൽ നിലപാടുകളിലടക്കം കൃത്യമായി ഫേസ്ബുക്കിലൂടെ വന്ന് തൻ്റെ നിലപാട് അറിയിക്കുന്ന ഷൈനികം, ഇതിൽ മാത്രം ഷൈനികത്തിനൊരു നിലപാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി പറയാനാകും. അടുത്ത ലഹരി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരുത്തൻ വന്ന് ലഹരി പാർട്ടിയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താൻ കൊടുക്കുമെന്ന് ഷൈനികത്തിന് കൃത്യമായ ഉറപ്പുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പാർത്തൻ ഇവിടെ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. തീർച്ചയായും. കാരണം റിമാ കല്ലിങ്കലിനെതിരെ വാർത്ത വന്ന് സെക്കൻഡുകൾക്കകം അത് മുഖ്യധാരാ മാധ്യമങ്ങൾ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന, നേരോടെ നിരന്തരം നിർഭയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ സെക്കൻഡുകൾക്കകം ആ വാർത്ത മുക്കണമെങ്കിൽ ഇത് മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ ദിലീപും ഒക്കെ വാഴുന്ന
അറിയുന്ന ഒരു പവർ ഗ്രൂപ്പ് അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമയിൽ ഒരുപക്ഷെ അവരുടെ കാലഘട്ടത്തിൽ കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ആ സൗഹൃദങ്ങളെ ചിലപ്പോൾ തെറ്റായി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരാണ് മലയാള സിനിമ ഭരിക്കുന്നത്, ഇവരെ ഒന്ന് തകർത്ത് കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില രംഗത്ത് വന്ന് കാണാം. പക്ഷെ യഥാർത്ഥ പവർ ഗ്രൂപ്പ് അവരല്ല. ഒരു മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന, മാധ്യമങ്ങളുടെ ശബ്ദമാകാൻ കഴിയുന്ന, മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാൻ കഴിയുന്ന, തങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഓച്ചാനിച്ച് പഞ്ചപുച്ഛം അടക്കി കേൾക്കുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഈ പവർ ഗ്രൂപ്പാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് പ്രധാനമായും എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. മാത്രമല്ല ഈ ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇവരുടെ ലഹരി പാർട്ടികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ തൽക്കാലം ആ പേരുകളൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ അതിലൊരു മാധ്യമ പ്രവർത്തക കൃത്യമായി ചില മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. റിമാ കല്ലിങ്കലുമായി നല്ല സൗഹൃദമുള്ള ഒരു മാധ്യമ പ്രവർത്തക, ആ മാധ്യമ പ്രവർത്തക പല മാധ്യമങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയത്ത് ഫഹദ് ഫാസിലിനെ കാണാനില്ല, കണ്ടു കിട്ടിയവർ ആരെങ്കിലും മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. അതെ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. മലയാള സിനിമയിൽ നടക്കുന്ന ഇത്തരം പീഡനങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടതും ഒന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇതിൽ പെട്ടതും ഒന്നും അദ്ദേഹം അറിയുന്നില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഫഹദ് ഫാസിൽ, നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾ വാ തുറക്കൂ, അത് കേൾക്കാനായി ഒരുപറ്റ ജനങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.